ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പറയുന്നത് ഈ ഒക്ടോബർ മാസത്തിലെ രാശിമാറ്റമാണ്. ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. ബെൽ ബട്ടണൊക്കെ അമർത്തി ഓളെന്നുള്ളൊരു ഇത് ടച്ച് ചെയ്ത് വെച്ചാൽ വീഡിയോയൊക്കെ ആദ്യം തന്നെ ലഭിക്കും. നമ്മളിന്ന് പറയുന്നത് രോഹിണിയും മകരം തിരുവാതിര 3 നാളുകളാണ്. രോഹിണി ആദ്യത്തിൻ്റെ സഞ്ചാരം കൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ ചൊവ്വ 6-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അത് ആദ്യത്തിനുമായിട്ട് ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ പ്രയോജനപ്പെടും. 18 മുതൽ വ്യാഴം ഒന്ന് മാറുവാണ്. അപ്പോൾ ദോഷ സമ്മിശ്രമായിരിക്കും. പ്രധാനമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കരുതലുണ്ടാവണം. നോക്കി കണ്ടുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുക. അതായത് ധൃതി ഒഴിവാക്കുക, തിടുക്കം ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. ജോലി പുതിയത് ഏതെങ്കിലും കിട്ടാതെ ഇപ്പോൾ ഉള്ള ജോലി ഉപേക്ഷിക്കരുത്. അത് നന്നായിരിക്കില്ല. ധനപരമായിട്ട് കുറച്ച് ശ്രദ്ധിക്കണം, നന്നായിരിക്കും. കാരണം ചിലവാക്കുന്നതിന് കുറച്ച് അച്ചടക്കം വേണം. മോളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെ പൈസയൊക്കെ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറ്റാവശ്യങ്ങൾക്കായിട്ട് ചിലവാക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കരുതി വേണം, നോക്കിയും കണ്ടും ചെയ്യുക. അതുപോലെ സമൂഹത്തിലുള്ള വലിയ വലിയ ആൾക്കാരുടെ പിന്തുണയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സഹോദരന്മാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ടറിഞ്ഞ് സഹായിക്കും. അതുപോലെ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങും. ചിലപ്പം വീട് വയ്ക്കാനായിരിക്കാം. പ്രണയബന്ധമൊക്കെ ചെറുതായിട്ട് മങ്ങും. നമുക്കിനി മകര നക്ഷത്രം നോക്കാം. ഈ നിങ്ങളുടെ ഇപ്പോൾ ഉള്ളൊരു കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരൊക്കെ അംഗീകരിക്കും. കൂടെ ജോലി ചെയ്യുന്നവർക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ രഹസ്യമായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ അല്ലാതെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഇപ്പോൾ വന്നു ചേരുന്ന സമയമാണ്. പഠിക്കുന്നൊരു ആൾക്കാരാണെങ്കിലൊക്കെ അതിൽ ഏകാഗ്രതയൊക്കെ വരാൻ പുലർത്തും. കുറച്ച് സമയത്തേക്കുള്ള കോഴ്സുകളിലൊക്കെ ചേരാൻ സാധ്യതയുണ്ട്. ഒരുപാട് നീണ്ടു നിൽക്കണ പഠിത്തമല്ലാതെ പെട്ടെന്ന് പഠിച്ചു തരുന്ന കോഴ്സുകളിൽ ചേരാൻ സാധ്യതയുണ്ട്. പൊതുവേ ഉള്ള സാഹചര്യം മാറാൻ കുറച്ചും കൂടി മെച്ചപ്പെടുന്നതാണ്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ ചിലപ്പോൾ ഇടയുണ്ട് ഈ ഒരു സമയത്ത്. വീട്ടിലുണ്ടാകും സമാധാനം അങ്ങോട്ട് ശരിയായിട്ട് കിട്ടത്തില്ല. പക്ഷെ ഭൂമി ആദായമൊക്കെ കിട്ടും. മോൻ്റെ പിടിവാശി മനസ്സിന് ക്ലേശം സൃഷ്ടിച്ചേക്കാം. പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതിലിച്ചിരി പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഈ മാസം അവസാനത്തോടുകൂടി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മനസ്സിലൊരു തീരുമാനമൊക്കെ എടുക്കും. ജീവിതശൈലി രോഗം കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് തിരുവാതിര നാളിനെ കുറിച്ച് നോക്കാം. ആദിത്യനും രാഹുവും ശനിയൊക്കെ പാപഗ്രഹങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരം സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ ഒന്നും വേണ്ട. ഒന്ന് പിന്നെ മാറി പുറകോട്ട് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കും. ഇപ്പോൾ വേണ്ട, അതായിരിക്കും ഏറ്റവും നല്ലത്. ധന ചിലവാക്കുന്നതിലൊക്കെ അച്ചടക്കം ഉണ്ടാകുന്നത് നന്നായിരിക്കും. അസമയം ഈ ക്രിമിനൽ കേസോ സിവിൽ കേസോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ട് ഒരു ഇത് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ളവർക്ക് ട്യൂഷനൊക്കെ കൊടുത്താൽ നന്നായിരിക്കും. പഠിത്തത്തിൽ ഇച്ചിരി മടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് വാക്കുകളൊക്കെ പറയുമ്പോൾ നോക്കിയും കണ്ടും പറയുക. സമാധാനം ഉണ്ടാകും കുടുംബത്തിൽ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ബാധിച്ചിരുന്ന ഒരു അലസത അത് മാറാൻ സാധ്യതയുണ്ട്.
പുതിയ ജോലിയിലൊക്കെ കയറണമെങ്കിൽ അത് നല്ലൊരു സമയം, അവിടെ നല്ലൊരു സംഭവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നല്ലൊരു അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.